ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാനും ഒക്കെ പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. വളരെ ബഹുമാനം നിറഞ്ഞ ഡെന്നിസ് ജോയ് സാറിന് ഞാൻ എൻ്റെ പഴയ വീട് ഒന്ന് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നു. അതനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. ഈ വീട്ടിൽ വാസ്തു സംബന്ധമായ പല പ്രശ്നങ്ങളും ഉണ്ട് എന്ന് ആണ് എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത്. ഞങ്ങൾക്കും അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ വീടിൻ്റെ പ്ലാനും സ്ഥലത്തിൻ്റെ പ്ലാനും ഇതോടൊപ്പം അയക്കുന്നു. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ദയവായി പറഞ്ഞു തരണമെന്നാണ് സദാനന്ദൻ എഴുതിയിരിക്കുന്നത്. നിലവിൽ ഇതിൻ്റെ ഗേറ്റിൻ്റെ സ്ഥാനം ഇരിക്കുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. കാരണം വെച്ചാൽ വടക്കോട്ട് ദർശനമായിട്ടുള്ള ഒരു വീടിന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമ്മൾ ഗേറ്റൊന്നും നമ്മൾ കൊടുക്കാറില്ല. അപ്പം ഇവർ ഇതിന് ഗേറ്റ് കൊടുക്കുകയാണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗം വരെയുള്ള നീളം എടുത്ത ശേഷം അതിനെ നേരെ പകുതിയാക്കിയിട്ട് അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഗേറ്റ് ഇവർ പ്ലാൻ ചെയ്യുക. അതുപോലെ ഇപ്പം എനിക്ക് തന്നിരിക്കുന്ന പ്ലാനിൽ വീടിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഒരു ടോയ്ലറ്റ് തള്ളിയെടുത്തിട്ടുണ്ട്. കാരണം കിഴക്ക് ഭാഗത്ത് നമ്മൾ ടോയ്ലറ്റ് വന്നു കഴിയുമ്പം നമ്മുടെ ബ്രഹ്മസൂത്രം ടോയ്ലറ്റിൽ തട്ടാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. ഇപ്പം നിലവിൽ ഈ ടോയ്ലറ്റ് തള്ളിയെടുത്തിരിക്കുന്ന പോർഷൻ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ ആ ഒരു ഭാഗം സ്ക്വയറായി കിട്ടുകയും ചെയ്യും. ടോയ്ലറ്റ് ബ്രഹ്മസൂത്രം മുറിയാതെ അതിനകത്തായി വീടിനകത്തായിട്ട് ഇവർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കൂടുതൽ വളഞ്ഞ വഴി കൂടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. അപ്പം ബ്രഹ്മസൂത്രം മുറിയാതെ വീടിനകത്ത് ടോയ്ലറ്റ് പ്ലാൻ ചെയ്യുക. തള്ളി നിൽക്കുന്ന ടോയ്ലറ്റ് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. കാരണം പുതിയ പ്ലാനാണ്, നമ്മൾ പഴയ വീട് മാറ്റി പുതിയ പ്ലാനിലാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും ഉള്ള കറക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ചുറ്റളവ് എടുക്കുന്ന സമയത്ത് ഒരു കോൽക്കണ കൂടി ഇവർ കൂട്ടിയെടുക്കണം. 72 സെൻറ്റിമീറ്റർ കൂടി ഇവർ കൂട്ടിയെടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ചുറ്റാവും. ഇവർ പണിഞ്ഞ് വരുമ്പോഴും ഈ കൃത്യമായിട്ടുള്ള ചുറ്റളവിൽ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുകയും വേണം. അതുപോലെ നിലവിലുള്ള കിച്ചൺ നിൽക്കുന്നത് തെക്ക് ഭാഗത്തായിട്ടാണ്. കാരണം വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ ഇവർ ആദ്യം വർക്ക് ഏരിയ കൊടുത്തു. വർക്ക് ഏരിയ കഴിഞ്ഞിട്ടാണ് ഇവർ കിച്ചൺ കൊടുത്തിരിക്കുന്നത്. കാരണം വെച്ചാൽ നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് തന്നെ ഇതിൻ്റെ കിച്ചൺ പ്ലാൻ ചെയ്യണം. കാരണം വടക്കോട്ട് ദർശനമായിട്ടുള്ള വീടാണ്. തെക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ വരുന്നതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല. അതുപോലെ കിച്ചൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് തന്നെ നമ്മൾ സ്റ്റൗവ് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുക. വടക്ക് ഭാഗത്തായിട്ട് സിങ്ക് കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുക. അതേപോലെ ഇതിൻ്റെ ചുറ്റളവ് നമ്മൾ 72 സെൻറ്റിമീറ്റർ കൂടി നമ്മൾ കൂട്ടിയെടുക്കുമ്പം 81 കോൽ വരും, 16 വിരൽ വരും. തിരുവാതിര നക്ഷത്രമാണ്, യൗവനത്തിലേക്ക് വരും. കൃത്യമായിട്ടുള്ള ഒരു ചുറ്റളവിലേക്ക് അത് മാറിക്കിട്ടും. അതുപോലെ വടക്ക് ഭാഗത്ത് ഇപ്പം നമ്മൾ 72 സെൻറ്റിമീറ്ററാണ് നമ്മൾ കൂട്ടാനായിട്ട് ഇവരോട് പറഞ്ഞിരിക്കുന്നത്. കാരണം വെച്ചാൽ വടക്ക് ഭാഗത്തായിട്ട് ഒരു 72 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇവർക്കൊരു നീളൻ വരാന്ത വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ചുറ്റളവ് കൃത്യമാവുകയും ചെയ്യും. ഇപ്പം നിലവിലുള്ള സാധനങ്ങളൊന്നും പൊളിക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ പക്ഷേ കിഴക്ക് ഭാഗത്തോട്ട് തള്ളി നിൽക്കുന്ന ആ ഒരു ടോയ്ലറ്റ് ഇവർ പൂർണ്ണമായിട്ടും മാറ്റിക്കെടുക്കണം. അതുപോലെ മെയിൻ ഡോറ് മദ്യം വിട്ട് നോർത്ത് ഈസ്റ്റിലാക്കുക. കാർ പോർച്ച് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം വെച്ചാൽ 1, 2, 3 വണ്ടിയൊക്കെ ഇടാനുള്ള സ്പേസിൽ ഇവർക്ക് 2 തൂണ് കൊടുത്ത് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഇതിനകത്ത് സ്പേസ് വളരെ കുറവാണ്. അപ്പം വടക്കോട്ട് ഞാൻ എടുത്ത് കാർ പോർച്ച് ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ മുറ്റത്തിൻ്റെ ഏരിയ ഒരുപാട് കുറഞ്ഞു പോകും. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവർ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു കാർ പോർച്ച് സെറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതുപോലെ പടിഞ്ഞാറ് ഭാഗത്ത് കണക്കനുസരിച്ച് മതിൽ കെട്ടിത്തിരിക്കണം. കാരണം വെച്ചാൽ ഇപ്പം പടിഞ്ഞാറ് ഭാഗത്ത് ബ്ലാങ്ക് ആയിട്ടാണുള്ളത്. എനിക്ക് തന്നിരിക്കുന്ന പ്ലാനിലൂടെ മതിലില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പടിഞ്ഞാറ് ഭാഗത്ത് നമ്മുടെ കണക്കനുസരിച്ച് മതിൽ കെട്ടിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. ഇതിനകത്ത് വാസ്തുവിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എനിക്ക് ഇത്രയും വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. ഭൂമി സംബന്ധമായിട്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. കാരണം ഇവർ ഇത്രയും നാൾ ഈ ഭൂമിയിൽ തന്നെ താമസിച്ചാണ്. ആ ഭൂമിയിൽ താമസിച്ചുകൊണ്ട് തന്നെയാണ് പുതിയ വീട് വെക്കാനായിട്ട് അവരിപ്പോൾ ശ്രമിക്കുന്നത്. അപ്പം വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ദോഷങ്ങളും ഞാൻ നിലവിൽ കാണുന്നില്ല. പലപ്പോഴും ഏതെങ്കിലും അമ്പലത്തിൽ നാഗപ്രീതി വരുത്തി പോകണം. മറ്റ് ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അല്ലാതെ വീടിൻ്റെ വാസ്തു സംബന്ധമായിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത ശേഷം ഇവർക്ക് വീട് പണി മുന്നോട്ട് പോകാം. ഇപ്പോൾ ചിലപ്പോഴൊക്കെ വീടിൻ്റെ പറമ്പിൽ പെട്ടെന്ന് പൊടുന്നനെ ഒരു ഊറ്റ് പ്രത്യക്ഷപ്പെടാറുണ്ട്. ഉറവ വെള്ളം പെട്ടെന്ന് വരാറുണ്ടല്ലോ. അങ്ങനെ ഊറ്റ് പ്രത്യക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ പെട്ടെന്നൊരു വെള്ളത്തിൻ്റെ സ്രോതസ് അവിടെ നിന്ന് വരില്ല, അതുവരെ അവിടെ ഇല്ല. അത് വാസ്തുവിനെ എത്ര തരത്തിൽ ബാധിക്കും? വാസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വീട് പണിയാൻ പോകുന്ന സമയത്തും ചില ആൾക്കാർ 10 സെൻറ്റ് സ്ഥലമായിരിക്കും ചിലപ്പോൾ എവിടെയെങ്കിലും വാങ്ങിക്കുക. അപ്പോൾ അതിനകത്ത് ഇതുപോലെ ഉറവയുള്ള സ്ഥലങ്ങളുണ്ട്. കാരണം ചിലപ്പോൾ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വീട് വെക്കാൻ ഫൗണ്ടേഷൻ കൂട്ടുമ്പോൾ എല്ലാം അതിൻ്റെ അത് വെള്ളത്തിൻ്റെ അംശങ്ങൾ വന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ താമസിക്കുമ്പോൾ ചിലപ്പോൾ ഈ ടൈൽസ് പോലും നമുക്ക് നിൽക്കില്ല. കാരണം ഒട്ടിപ്പിടിച്ച് നിൽക്കില്ല. കാരണം വെള്ളത്തിൻ്റെ അംശമുള്ളതുകൊണ്ട് ചിലപ്പോൾ ഇളകി വരാനൊക്കെയുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ശരിക്കും നമ്മളൊരു വസ്തു വാങ്ങിക്കുമ്പം
ഇങ്ങനെയുള്ള ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കണം. കാരണം ഊറ്റലുള്ള സ്ഥലമെന്നാണ് ചിലടത്ത് പറയുക. അപ്പോൾ അത് നോക്കി വാങ്ങിച്ചില്ലെങ്കിൽ, അപ്പോൾ അതിനകത്ത് നമ്മളൊരു ക്ലോസറ്റ് വെച്ചാൽ പോലും നമുക്ക് ചിലപ്പോൾ ഫ്ലഷുകൾ നല്ലപോലെ വർക്ക് ചെയ്യില്ല. കാരണം വെള്ളം താഴോട്ട് താരാൻ പറ്റില്ല, കാരണം വെള്ളത്തിന് അംശം കിടക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇത് വാസ്തുവിനെ സംബന്ധിച്ചല്ല, നമുക്ക് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വീട് പണിഞ്ഞ് താമസിച്ച് കഴിയുമ്പോൾ ഒക്കെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാം. അതുപോലെ നമ്മൾ തറയിലൊക്കെ നമ്മൾ ടൈൽസൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി വെച്ചാൽ ഈ ഊറ്റലുള്ളത് കൊണ്ട് ടൈൽസൊക്കെ ഇളകി വരാനുള്ള സാധ്യതയുള്ള, ചിലപ്പോൾ ചവിട്ടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇളകി ഇങ്ങനെ പോരും, ഒട്ടിപ്പിടിച്ച് നിൽക്കില്ല. അതിനകത്ത് ഈ ഒരു വസ്തു വാങ്ങിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയാവുന്ന ആരെങ്കിലും കാണിച്ച ശേഷം അതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ഊറ്റലിൻ്റെ വിഷയങ്ങളോ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഒന്നാമത് ഇപ്പം വെള്ളം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പല സ്ഥലങ്ങളിലും വെള്ളത്തിൻ്റെ അംശം ഇല്ല. അപ്പം വെള്ളമില്ല, നമുക്ക് കിണറില്ലാത്ത ഒരു സ്ഥലത്ത് നമുക്ക് വീട് വെച്ച് താമസിച്ചാൽ നമ്മുടെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഒത്തിരി പേരാണ്. അപ്പം ഒരു വാസ്തു ചെയ്യുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും. കാരണം വെച്ചാൽ അതിനകത്ത് വെള്ളം കിട്ടുമോ, അല്ലെങ്കിൽ ഉറവയുണ്ടോ, അല്ലെങ്കിൽ കിണർ കുടിച്ചാൽ വെള്ളം കിട്ടുമോ, നല്ല വെള്ളം കിട്ടുമോ എന്നൊക്കെ ഒരു വാസ്തു ചെയ്യുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ശരിക്കും നമ്മളൊരു വീട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു വാസ്തുക്കാരെ വിളിച്ച് കാണിച്ച ശേഷം അതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യുക. രണ്ട്, ഇതുപോലെ ഉറവയുടെ വിഷയങ്ങളോ ഊറ്റലിൻ്റെ വിഷയങ്ങളോ അതിനകത്ത് വെള്ളം കിട്ടുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൺഫേം ചെയ്ത ശേഷം മാത്രമേ ഒരു വസ്തു വാങ്ങിക്കൂ. കാരണം വെച്ചാൽ ചിലപ്പം എനിക്കറിയാവുന്ന പല ആൾക്കാരുണ്ട്, 5 സെൻറ്റ് സ്ഥലം വളരെ വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന ആൾക്കാരാണ്. അത് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഊറ്റിലുള്ള സ്ഥലം അവർക്ക് ഒരിക്കലും വീട് വെക്കാൻ, അത് നടുക്കാണ് അതിൻ്റെ ഊറ്റിൽ. അതിന് മണ്ടയ്ക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്തുകൊണ്ട് ഉണക്കായ സമയത്ത് ഇവർ അറിഞ്ഞില്ല. ഉണക്കി ഈ വെള്ളം അങ്ങോട്ട് കെട്ടിക്കിടക്കുന്ന സമയത്ത് ഇതിനകത്ത് വെള്ളം നല്ലപോലെ കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. നമ്മൾ എത്ര വെള്ളം കളഞ്ഞെന്ന് പറഞ്ഞാലും അതിനകത്ത് വെള്ളം പൂർണ്ണമായിട്ട് മാറിക്കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ മാക്സിമം എടുക്കാതിരിക്കുക. എടുത്താൽ തന്നെ, അല്ലെങ്കിൽ നമുക്ക് വീട് പണിയാനായിട്ട് കുറേ സ്ഥലങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തിയ ശേഷം ചെയ്യുക. പിന്നെ വാസ്തുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഒരു 90% നമുക്ക് പൊളിച്ച് പണിയാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലുള്ള ഉറവയുടെയും ഊറ്റലിൻ്റെയൊക്കെ വിഷയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാസ്തുവിൽ ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പം നമ്മളത് വസ്തു എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്തിട്ട് തന്നെ ചെയ്യുക. ഇതിനകത്ത് വാസ്തു സംബന്ധമായി ഈ ഒരു പ്ലാനിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഇത് പരിഹരിക്കുമ്പോൾ ആ ഒരു വിഷയങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. നല്ലൊരു സമയം നോക്കി പഴയ വീട് പൊളിച്ചിട്ട് പുതിയ വീട് പണിയാനായിട്ട് ശ്രമിക്കുക. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്കും സംശയങ്ങൾക്കും ഞങ്ങൾക്ക് എഴുതി അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ ഇന്നത്തെ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായവുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. പൂർണ്ണപ്രഭവിരിയും മൺതരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം. അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ, ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.